ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതുപുത്ത വീഡിയോയിട്ട് സ്വാഗതം. ഞാൻ അത് നിങ്ങൾ കാണുന്ന അപ്പുറം സോൾവ് എന്ന ചാനലാണ്. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ഇഫ് യു ലാഫ് ഈറ്റ് എ ചില്ലി എന്ന് പറയുന്ന ഒരു ചാലഞ്ചാണ്. ഇപ്പോൾ ഞാൻ കുറേ ചാലഞ്ച് വീഡിയോസ് കണ്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ചിരിച്ചാൽ ഇടിക്കും, അല്ലെങ്കിൽ ചിരിച്ചാൽ മുളക് കഴിക്കും എന്നൊക്കെ പറഞ്ഞ്. സോ നമ്മളിവിടെ ഒരു 2 മുളക് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിവിടെ കാണാം, 2 മുളക് എടുത്തിട്ടുണ്ട്. സോ ഞാൻ ചിരിച്ചാൽ ഓരോ ബൈറ്റ് ചില്ലി ഞാൻ എടുക്കും. സോ ഇതെടുത്ത് ഞാൻ കടിക്കുന്നതായിരിക്കും. സോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയുടെ സ്വാഗതം. സോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഗൈസ്, നമ്മളിനി റിയാക്ട് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത്, ഞാൻ ഫോണിലാണ് ഞാൻ റിയാക്ട് ചെയ്യാൻ പോകുന്ന വീഡിയോ. സോ നമ്മൾ റിയാക്ട് ചെയ്യാൻ പോകുന്നത് സ്റ്റുഡിയോ ഇക്സോറസ് എന്ന് പറയുന്ന ചാനലിൻ്റെ നാഷണൽ അവാർഡ് വിന്നിങ് ഫിലിം എന്ന് പറയുന്ന ഒരു വീഡിയോ ആണ്. ചിരിക്കാനുണ്ടോ എന്നറിയത്തില്ല. ഇപ്പോൾ ഞാൻ കുറച്ച് വൈറലായ ഒരു വീഡിയോ ഈ ചാനലിൽ നിന്ന് ഞാൻ കണ്ടായിരുന്നു. സോ നമുക്കിതിൽ നിന്ന് തന്നെ ഞാൻ ചെറുതായിട്ട് ചിരിച്ചാൽ തന്നെ നമ്മൾ മുളക് കഴിക്കുന്നതായിരിക്കും. സോ നമുക്ക് നേരെ ഇതിൽ റിയാക്ട് ചെയ്യാം. സോ നാഷണൽ അവാർഡ് വിന്നിങ് ഫിലിം കണ്ടിട്ടുണ്ട്. സോ നമുക്കിത് പ്ലേ ചെയ്ത് അതിലോട്ട് റിയാക്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ പ്ലേ ചെയ്തിട്ടുണ്ട്. ഇത് എന്തോ ഒരു പ്രാണിയാണ്. അച്ഛൻ നാരായണ പണിക്കർ, കേശവ പണിക്കർ. അച്ഛൻ ഇപ്പോ 89 വയസ്സായി. അച്ഛനൊരു ജോളി ഗുഡ് ഫെലോ. ഇത് ഈ പറയുന്ന പുള്ളിയുടെ അച്ഛനാ. എല്ലാ ആഴ്ച സിനിമയ്ക്ക് പുള്ളി ഓടിപ്പോകും. ഈ സിനിമയുടെ സംസാരം വളരെ ഇഷ്ടമായിട്ടുള്ള ഒരാളാണ്. ഒരുപാട് നുണ മിക്സ് ചെയ്ത് മത്സ്യവ്യക്തികളും എല്ലാം കൂട്ടിയാണ് പുള്ളി സംസാരിക്കുന്നത്. എപ്പോഴും ആളുകളോടൊക്കെ ഔട്ട് ഗോയിങ് ആയിട്ട് സംസാരിക്കാനും. അതുകൊണ്ട് തന്നെ സബ്ജക്ട്സും ഒരുപാടുണ്ട് പുള്ളിയുടെ കയ്യിൽ ഇറക്കാനായിട്ട്. ലാസ്റ്റ് പുള്ളി പറഞ്ഞിരുന്ന ഇലക്ട്രിസിറ്റി കാരണം കുറെ ഭൂതങ്ങളൊക്കെ വഴി മാറിപ്പോയി. ഇലക്ട്രിസിറ്റി കാരണം കുറെ തൊട്ട് ഷോക്ക് അടിക്കണമായിരുന്നു പുള്ളിക്ക്. റെഡി ആൻസർ. ഞാൻ ചിരിച്ചു. ഓ ഗൈസ്, ഞാൻ ചിരിച്ചു. അപ്പോൾ ഞാനിവിടെ ചിരിച്ചു. അപ്പോൾ എന്തായാലും നമ്മളിനി മുളക് കഴിക്കണം. ഇതാണ് മുളക്. It was at this moment he knew. He fucked up. ചെറിയ കളി അടിച്ചുള്ളൂ. ഇറ്റ്സ് ഓക്കെ. സോ നമുക്കിനി ഇതിൻ്റെ ബാക്കിലോട്ട് നോക്കാം. ജസ്റ്റിഫിക്കേഷൻ. സ്റ്റുഡിയോ കണ്ടിട്ടുണ്ട്. ഈനാമ്പേച്ചി. ആ മാങ്ങ. ഓക്കെ, ഈനാൻ വെച്ച് മാങ്ങ സഞ്ചിക്കാത്തിട്ടോണ്ട് പോവുക. സാധാരണ ഗർഭിണികളായിട്ടുള്ള സ്ത്രീകളെ അപമൃത്യുവിന് ഇരയാകുമ്പോ അവരുടെ പ്രേതം ഈനാൻ പേച്ചിയായിട്ട് തീർന്നെന്നാ പറയുന്നത്. ഗർഭിണിയായിട്ടുള്ള സ്ത്രീകൾ മരിക്കുമ്പോൾ അറിയാനൊക്കെ ദൂരം ഇവിടെ അറിയാനൊക്കെ ഒരു തുണ്ണിപ്പത്തൊന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് സംസാരിച്ചു കൊണ്ടാണ് അത് ഓടുന്നത്. തുണ്ണിപ്പത്തോ? തുണ്ണിപ്പത്ത് എന്ന് പറഞ്ഞാല് സാധാരണയായിട്ട് കശുമാവ്, നാടൻ മാവൊക്കെ കായ്ക്കുന്ന സമയത്ത് അതിന്റെ താഴെ മാങ്ങ വീണ് കിടക്കുമല്ലോ, അതിങ്ങനെ പെറുക്കി എണ്ണിക്കൊണ്ടിരിക്കുക എന്നാണ് പറയുന്നത്. മാങ്ങ താഴെ വീണ് കിടക്കുന്ന അത് എണ്ണിക്കൊണ്ടിരിക്കുന്നതെന്നാണ് അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞത്. നിങ്ങൾക്ക് അവിടെ കേൾക്കാം. വല്ലാത്ത തലവേദന, ഞാനൊന്ന് കിടക്കട്ടെ.
അത് സാധാരണ രാത്രിയിലെ 2:30 മണിക്ക് ശേഷമാണ് പുറത്തിറങ്ങുന്നത്. 2:30 മണി കഴിയും. അതിങ്ങനെ എൻ്റെ ഫുട്ബോൾ പോലെ ഇരിക്കും. അതിങ്ങനെ ഉരുണ്ടുരുണ്ടാണ് സഞ്ചരിക്കുക. അത് ശരി. ഗായ്സ്, ഒരു ഡൗട്ട്. ഈ 2:30 മണിക്ക് എവിടെ നിന്നാണ് പ്രഗ്നൻ്റ് ആയിട്ടുള്ളൊരു സ്ത്രീ 2:30 മണിക്ക് എങ്ങോട്ടാണ് പോകുന്നത് എന്നെനിക്ക് മനസ്സിലായില്ല. പിന്നെ ഒരു ഡൗട്ടാണ്, അറിയാവുന്നവർ കമൻറ്റ് ചെയ്യുക. 2:30 മണിക്ക് ഒരു സ്ത്രീ, ഗർഭിണിയായിട്ടുള്ളൊരു സ്ത്രീ മാങ്ങ ഒരുക്ക ഇവിടം വരെ വരും. ഗർഭിണികളൊക്കെ കണ്ടാലേ അത് വയറ് കീറി മാന്തി. ഉപദ്രവകാരിയാണല്ലോ. ഉപദ്രവകാരിയത്. ഈ ഗർഭിണികൾക്ക് മാങ്ങ വലിയ ഇഷ്ടമാണ്. ഇഷ്ടമാണ്. അതുകൊണ്ട് ഇങ്ങനെ കൂട്ടി വെച്ചിരിക്കുന്നത് കാണാം. ആണുങ്ങളെ കണ്ട പേടിയാണ്. ആണുങ്ങളെ കണ്ട പേടിയാണ്. ആണുങ്ങളെ വിളിക്കുമ്പോ പേടിയാണ്. ആണുങ്ങളെ കണ്ടാൽ തന്നെ പേടിയാണ്. ഞാനിപ്പോൾ ചിരിച്ചില്ലായിരുന്നു. ചിരിച്ചായിരുന്നോ? ചിരിച്ചായിരുന്നല്ലേ? കടിച്ച മുളകിൽ നിന്ന് തന്നെ വേറൊരു കടി, ചെറിയ കടിയാണ്. ചെറിയ കടിയായിരുന്നു, എഫക്റ്റ് ഉണ്ടായിരുന്നു. ഇനി ഞാൻ ചിരിക്കുവാണെങ്കിൽ എന്തായാലും ഞാൻ ഒരു വലിയ കടി കടിക്കും, ഉറപ്പാ. മീനാമ്പേച്ച് കഴിഞ്ഞു, അതെടുത്തത് അറുകൊലയാണെന്നായിരുന്നു. ഓക്കെ, നമുക്കുള്ള ഇതിന് അടുത്ത ഓരോ ഇത് എന്ന് പറയുമ്പോൾ അന്ധവിശ്വാസം പോലത്തെ ഒരു ടൈപ്പാണ്. അന്ധവിശ്വാസമായിട്ടുള്ള ഭൂതങ്ങൾ, പ്രേതങ്ങൾ കണ്ടാൽ ഇങ്ങനെ ഒരു നമുക്ക് കൃത്യമായി മുഖം ലക്ഷണം അറിയില്ല. അവിടെ തലയും ഉടലുകളും ഒക്കെ ഉണ്ടെന്ന് മാത്രമേ തോന്നുകയുള്ളൂ. തലയും ഉടലുകളും ഒക്കെ ഉണ്ട്, പക്ഷെ മുഖം ഉണ്ടെന്ന് തോന്നുന്നില്ല. നമ്മുടെ പുറകിൽ എന്തോ ശബ്ദം മാത്രം കേൾക്കാൻ പറ്റും. അതിങ്ങനെ അലറുക പോവുക ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഇതിനെ ഒരു വീണ്ടും ചിരിച്ചായിരുന്നല്ലേ? ഇത് സത്യമായിട്ട് ഞാൻ ഇത് അറിഞ്ഞോണ്ടിരിക്കുന്നതല്ല. നിർബന്ധമാണോ? നമുക്കിത് ഒറ്റ വട്ടത്തേക്ക് വിട്ടേക്കാം. കഴിക്കാം. വലിയ കടിയാണോ കഴിച്ച? ഇപ്പൊ കഴിച്ചിട്ടൊന്നും തോന്നുന്നില്ല, കുറച്ച് കഴിയുമ്പോ തോന്നുമായിരിക്കുമല്ലേ. ആണുങ്ങള് അപമൃത്യുവിന് ഇടയായാൽ അവരിങ്ങനെ അർവലയായിട്ട് തിരുവുന്ന പറയാം. പുറകെ ഇതിനൊക്കെ കുത്തു കിട്ടി. സാധാരണയായിട്ട് പുറകെ വേണ്ട ശബ്ദം കേൾക്കുകയാണെങ്കിൽ തിരിഞ്ഞു നോക്കാതിരിക്കുക. അഥവാ തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ നമ്മുടെ കൈ പൊക്കി കക്ഷത്തിനിടയിൽ കൂടി വേണം നോക്കാൻ. ഇങ്ങോട്ടെങ്ങാനും അടുത്ത് പോയാൽ ഞാൻ കൈയുടെ കക്ഷത്തിൽ വെച്ച് ഇറക്കിക്കളയുമെന്ന് ഒരു തോന്നലുണ്ടാവും. അറിവിലേക്ക് നമ്മുടെ പുറകെ വരില്ല. കൈയുടെ ഇടയിൽ കൂടെ നോക്കിയാൽ മരിച്ചു കൊല്ലുമെന്നുള്ള തോന്നലുണ്ട്. അപ്പോൾ അത് കണ്ടുകൂടി ഓരോരോ അന്ധവിശ്വാസം ഇത് കണ്ടവരുണ്ടെന്ന് പറയുന്നു. കുട്ടിച്ചാത്തൻ നമ്മൾക്കൊരു പ്രതിയോഗി അല്ലെങ്കിൽ ഒരു ശത്രു ഉണ്ടാകുകയാണെങ്കിൽ അതിലെ ഉപദ്രവിക്കാൻ ഇപ്പൊ ചാത്തനെ നിങ്ങൾക്ക് ഇപ്പൊ ഫെമിലിയർ ആയിരിക്കുമല്ലോ ഭ്രമയുഗത്തിലൂടെ. ഇത് ഭ്രമയുഗ കലിയുഗത്തിന്റെ ഒരു അപഭ്രംശം കൊണ്ട് ധ്യാനം കൊണ്ട് നമ്മുടെ സേവയിൽ വന്നു ചേരുന്നു. സത്യമല്ലേ? അപ്പോൾ നമ്മൾ സത്യമാണെന്ന് തോന്നുന്നു. പോലെ പ്രവർത്തിക്കും, നമ്മളെ ആശ്രയിച്ച് ജീവിക്കും. കൂട്ടിച്ചാത്തനും ചാത്തനും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല.
ആരാ കല്ലേറ് കൊണ്ടോ അല്ലെങ്കിൽ വീട് മുഴുവൻ വിസർജ്യാദികൾ കൊണ്ട് മലിനമാക്കുകയും മറ്റൊക്കെ ചെയ്ത്. ഓ, ഈ ചാത്തനെ കൊണ്ട് നമുക്ക് എന്ത് പ്രവൃത്തി വേണമെങ്കിലും ചെയ്യിപ്പിക്കാം. ചാത്തന് പ്രതിഫലം എന്തെങ്കിലും കൊടുക്കണം. ഇപ്പോൾ ഈ പുള്ളി കുട്ടിച്ചാത്തന് മീനാണ് കൊടുത്തത്. മീൻ കൊടുത്തപ്പോൾ അയൽവാസിയുടെ കാറ് തല്ലിപ്പൊളിച്ച്. അവരെ വെറുപ്പിക്കപ്പെടുന്നു. എന്നിട്ട് ഒന്നും അറിയാതെ പോലെ നിൽക്കുക, നിഷ്കളങ്കൻ. അച്ഛൻ കണ്ടിട്ടില്ലേ? നേരിൽ കണ്ടവരാരും ഇല്ല. ഞാൻ വിഗ്രഹം മാത്രമേ കണ്ടിട്ടുള്ളൂ. വിഗ്രഹം കണ്ടിട്ടുണ്ട്. ആനമറുത. ഞങ്ങളുടെ കളരിയിലുണ്ടല്ലോ, ആ കളരിയിൽ ഉച്ച സമയത്തും രാത്രി 12 മണിക്കാണ് സാധാരണ വരുന്നത്, പോക്ക് വരെ ഉള്ളത്. നിലത്തുനിന്ന് എന്തുമാത്രം ഉണ്ടാവും? നിലത്ത് 1.5 അടി പൊക്കം കാണും. ഒന്ന് കാണിക്കൂ. നിലത്ത് നിന്ന് 1.5 അടി പൊക്കം. കൈകൊണ്ട് കാണിച്ചാൽ കണ്ട് ഇത്രയും പൊക്കം വരും. ശരി. കാണാൻ എങ്ങനെയാ? അത്രയും പൊക്കം. കാണാനെന്ന് പറഞ്ഞാൽ ഒരു കുട്ടിയാനിയെ പോലെ തന്നെ ഇരിക്കും. കയ്യില് ചങ്ങല കയ്യിൽ തൂക്കിയിട്ടിരിക്കും. അതിങ്ങനെ ചങ്ങലയും കിലുക്കിക്കൊണ്ട് ആനയെ പോലെ തന്നെ കുണുങ്ങി നടക്കും. ആനയെ പോലെ കുണുങ്ങി. മാർഗം അതിനെ കണ്ടു. ആനയുടെ പുറത്ത്, ആനയുടെ വാലി തീയ്, പുറത്ത് ആമയുടെ ഷെല്ല്. അത് തന്നെ അപ്രത്യക്ഷമാകുക ചെയ്യുക. ആ മനുഷ്യരൊക്കെ ശബ്ദം കേൾക്കുമ്പോഴോ മനുഷ്യരെ കാണുമ്പോഴോ ഓടുന്നെന്നാ പറയാറ്. ആന, ആമ, പിന്നെ വാലിൽ തീ എല്ലാം കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു സാധനം ആനമറുത. മനുഷ്യരെ കണ്ട അപ്രത്യക്ഷം. നാം ആരാധിക്കുന്ന ദുർദേവതകളാണ്. വെള്ളത്തിൽ വീണ് മരിച്ചവരുടെ പ്രേതങ്ങളാണ്, ആത്മാക്കളാണ് സാധാരണയായിട്ട് മീറ്ററുകളായിട്ട് തീരുന്നത്. എനിക്കും അനുഭവത്തിൽപ്പെട്ട ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഒരു രാത്രി സമയം ഏകദേശം 8 മണിക്ക് ഞാൻ ഷോപ്പിങ്ങിന് പോയ അവസരത്തിലാണ് വഴി തെറ്റി അലഞ്ഞു തിരിഞ്ഞ് ഞങ്ങളുടെ അടുത്തുള്ള മുപ്പന്തോടിന് കിഴക്കി കരയിൽ ഷോപ്പിങ്ങിന് പോയി തിരിച്ചു വന്നപ്പോൾ രാത്രിയായി. രാത്രിയിൽ ഒരു 6-ന്റെ അടുത്ത് നിൽക്കുവാണെന്നാണ് പറയുന്നത്. 6-ന്റെ അടുത്ത് നിൽക്കുക. ഇതങ്ങനെ ഇതിപ്പോൾ ഇവർ ഒരു സിനിമ പോലെ എടുക്കുവാണെങ്കിൽ നമുക്കിപ്പോൾ ഈ ഹൊറർ പറയുമ്പം ചിലപ്പോൾ പേടിയാവും. അവസ്ഥയിൽ വെള്ളം കാണുമ്പോൾ നമ്മളെ വെള്ളത്തിൽ മുക്കി കൊല്ലുക എന്നുള്ളതാണ് ഇവരുടെ പതിവ്. വെള്ളം പറക്കുന്നു. ഞാൻ വീണ്ടും ചിരിച്ചല്ലേ? അത് ഞാൻ ചിരിച്ചല്ല, ജസ്റ്റ് ഒരു സ്മൈൽ കാണിച്ചാണ്. സോ അത് നമ്മൾ കൂട്ടത്തില്ല. നമുക്ക് ഒരു ഇതും കൂടെ കണ്ടിട്ട് നമുക്കിത് അവസാനിപ്പിക്കാം. ഇരുമ്പ് തൊടുകയോ അല്ലെങ്കിൽ മുഖം കഴുകാൻ വെള്ളത്തിൽ ഇറങ്ങുകയോ ചെയ്യുകയാണെങ്കിൽ ഇതിന്റെ ഉപദ്രവം മാറുന്നു. ഇരുമ്പുണ്ടെങ്കിൽ പേടിക്കണ്ട, ഇരുമ്പ് കയ്യിലില്ലെങ്കിൽ പേടിക്കണം. ഇരുമ്പില്ലെങ്കിൽ കൊല്ലും, ഇരുമ്പുണ്ടെങ്കിൽ രക്ഷപ്പെടും. ഓരോരോ അന്ധവിശ്വാസങ്ങളും കൊണ്ട് വരുന്നു. പക്ഷേ അങ്ങനെ വിശ്വസിക്കുന്നവരും കാണും, വിശ്വസിക്കാത്തവരും കാണും. സോ ഇറ്റ്സ് മേ ബി റിയൽ. അപ്പം നമുക്കങ്ങനെ വിശ്വാസമൊന്നുമില്ല. എനിക്കറിയാം, ഞാൻ കുറേ ചിരികൾ സ്കിപ്പ് ചെയ്തു. അതുകൊണ്ട് തന്നെ അവസാനമായിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ലാസ്റ്റ് ഒരു മുളക് ഇത് മൊത്തം കഴിക്കാൻ പോവാണ്. സോ ഇതും കൊണ്ട് തന്നെ നമ്മൾ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. സോ എല്ലാം ഇറക്കി. സോ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ വയ്ക്കും. സോ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. സീ നെക്സ്റ്റ് വീഡിയോ. ഇതുപോലത്തെ ചാലഞ്ച് വീഡിയോ വേണമെങ്കിൽ ഇനിയും പറയുക, ഞാനത് ട്രൈ ചെയ്യുന്നതായിരിക്കും. സോ അടുത്ത വീഡിയോ വരും വരെ ബൈ ബൈ.